ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി വരുമ്പം ചിന്ന താല്പര്യങ്ങൾ കൊണ്ടുവന്ന് അതിനെ പൊളിക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ് പലപ്പോഴും വിളിക്കുന്നത്. എനിക്കവരുടെ വിരോധമൊന്നുമില്ല. കാരണം ഒരു ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ ആ ആക്ടിവിറ്റിയോടൊപ്പം നിൽക്കണം. ആ ഡെവലപ്മെൻറ്റിൽ എല്ലാവരും ഭാഗമാകണ്ടേ. ഞാനിപ്പോൾ നമ്മളുടെ മൂലയുടെ മേൽപ്പാലം, റെയിൽവേ മേൽപ്പാലം, സത്യം പറഞ്ഞാൽ റെയിൽവേ മേൽപ്പാലം ഇല്ലാതിരുന്ന സമയത്ത് ട്രെയിൻ വന്ന് വണ്ടി തടഞ്ഞു പോയത് കൊണ്ട് മരണം ആംബുലൻസിൽ നടന്ന സംഭവം പോലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കുമാരനെല്ലൂർ മേൽപ്പാലം, 2 മേൽപ്പാലവും നമ്മൾ ഇതെല്ലാം 2011 ശേഷം 15-നകം നമ്മൾ നടത്തിയിട്ടുള്ള ഒരു വിപുലമായ വികസന വിസ്മയമാണ്. 2 മേൽപ്പാലമൊന്നും ഒരു നിയോജകമണ്ഡലത്തിൽ ഇന്ന് വരെ നടന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ പൂർത്തിയാക്കി നല്ല ഭംഗിയായി വന്നു. പക്ഷേ അതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റിലേക്ക് പോകണം. അന്നൊരിക്കൽ പൂർത്തിയാക്കി എന്നുള്ളത് കൊണ്ട് ശാശ്വതമായി അതിൻ്റെ പ്രശ്നം പരിഹരിച്ചു എന്നില്ല. നമ്മളൊരു ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി നടത്തിക്കഴിയുമ്പോൾ ഫർദറായിട്ട് മറ്റൊരാവശ്യം കൂടി വരാം. പക്ഷേ അതിന് ഗവൺമെൻറ് കൂട്ടുനിന്നെങ്കിൽ മാത്രമേ ആ പ്രശ്നം അപ്പം നമുക്ക് പരിഹരിച്ച് പോകാൻ പറ്റൂ. എനിക്കുള്ള പ്രശ്നം ഒരിക്കൽ നമ്മൾ ചെയ്തു തീർത്തത് അതൊന്നും വൺ ടൈം ഏർപ്പാടല്ല, റെക്കറിങ് ആയിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് നടക്കേണ്ടതാണ്. പക്ഷേ ആ റെക്കറിങ് മെയിൻ്റനൻസ് വന്നില്ല എന്നുള്ള ദുഃഖം എൻ്റെ മനസ്സിലുണ്ട്. നമുക്ക് പ്രയാസങ്ങളൊക്കെ മാറ്റി ശാശ്വതമായിട്ട് ജനങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റത്തക്ക വിധത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ മനസ്സ്.